അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് 2 റെസിപ്പീസും കൊണ്ടാണ്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഓട്ടടയുടെ റെസിപ്പിയും അതുപോലെ വെള്ളക്കടലയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ ഞാൻ കടലയും അതുപോലെ പച്ചരിയും ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം രാത്രി. രാവിലെ ഉണ്ടാക്കാനാണെങ്കിൽ രാത്രി കുതിർത്ത് വെക്കണം. കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ. കടലയും കഴുകിയിട്ടില്ല, അതുപോലെ പച്ചരിയും കഴുകിയിട്ടില്ല. ഇത് വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ഉണങ്ങിലരിയാണ്, നമ്മൾ ഉണക്കി ഉണ്ടാക്കിയിട്ടുള്ള അരിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു മോഡൽ കേട്ടോ. അപ്പോൾ നിങ്ങൾ പച്ചരി എടുക്കുക കേട്ടോ. ദോശയിലേക്കൊക്കെ അരക്കുന്ന പോലെ പച്ചരി 2 കപ്പ് വെള്ളത്തിൽ തലേ ദിവസം കുതിർത്ത് വയ്ക്കുക. എന്നിട്ട് കഴുകിയെടുത്ത ശേഷമാണ് ബാക്കി പരിപാടികളൊക്കെ. അപ്പം അതവിടെ ഇരിക്കട്ടെ. അതുപോലെ കടല വെള്ളക്കടലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോക്ക് ചെയ്ത് വന്നപ്പോൾ അത് അത്യാവശ്യം നമ്മുടെ പാത്രം നിറയുണ്ട്. അതും കഴുകിയിട്ടില്ല, വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ കടലയ്ക്ക് പകരം മറ്റേ കടല എടുക്കുക കേട്ടോ. ചെറുമണിക്കടലൊക്കെ എടുക്കുക. അപ്പോൾ ഞാനിപ്പം വെള്ളക്കടല വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് കഴുകി എടുത്തിട്ട് ബാക്കി റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം നമുക്ക് കടലക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പ്രഷർ കുക്കറിലോട്ട് കടല ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് കഴുകി എടുത്തിട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ കൂടെ നമുക്ക് 2 സവോള, ഈ വലുപ്പത്തിലുള്ള സവോള എടുക്കുക. പിന്നെ 1 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, തൊലി കളഞ്ഞിട്ട്. പിന്നെ 1 തക്കാളി, പിന്നെ കുറച്ചധികം വെളുത്തുള്ളിയും, പിന്നെ 1 പച്ചമുളക് കൊട്ട എടുത്തിട്ടുള്ളത്. അപ്പം സവോള അങ്ങനെ ചെറുതായിട്ട് അരിയൊന്നും വേണ്ട. ഈ ഒരു കഷ്ണത്തിൽ ഇതങ്ങനെ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. നമ്മളെല്ലാം കൂടി പ്രഷർ കുക്ക് ചെയ്തെടുക്കുകയാണ്. അതുപോലെ 1 ഉരുളക്കിഴങ്ങ് എടുത്താൽ മതി, ഒരുപാടൊന്നും വേണ്ട. ഉരുളക്കിഴങ്ങ് ഇതാ ഇങ്ങനെ എന്താ പറയുക, ചെറിയ പീസാക്കണ്ട, എന്നാൽ ഈ ഒരു മീഡിയം സൈസ്ഡ് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇത് ഉമ്മയുടെ റെസിപ്പി കേട്ടോ, ഇക്കയുടെ ഉമ്മയുടെ റെസിപ്പിയാണ്. ഞാൻ ഉണ്ടാക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും, ഭയങ്കര കട്ടി ഉള്ള പോലെയൊക്കെ തോന്നും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. മസാലപ്പൊടികളൊന്നും അധികം ചേർക്കുന്നില്ല. അപ്പം 1 തക്കാളി എടുത്തിട്ടുള്ളൂ കേട്ടോ, അതും ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇഞ്ചി ഇതിലോട്ട് ചേർക്കുന്നില്ല, വെളുത്തുള്ളി മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ ഉണ്ടാക്കിയാലേ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. നല്ല ടേസ്റ്റാണ്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒരുപാട് മസാലയുള്ള കറികളൊക്കെ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റിൽ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്ന മസാലപ്പൊടികൾ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണ് മുളക് പൊടി മാത്രം കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. വേറെ ഒന്നും ചേർക്കുന്നില്ല, ഗരം മസാലപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിലോട്ട് ഞാൻ 1 കപ്പും പിന്നെ 1/4 കപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ. അപ്പം 1/4 കപ്പ് വെള്ളമാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പരുവത്തിൽ മതി, ഒരുപാട് വെള്ളം മുങ്ങിക്കിടക്കൊന്നും വേണ്ട. വെള്ളം ഈ ഒരു പരുവത്തിൽ മതി. ഇനി നമുക്കിതൊരു 3-4 വിസിൽ വരുന്നവരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. 3-4 വിസിൽ മീഡിയം ഫ്ലെയിമിൽ നിർബന്ധമായിട്ടും വേണം. എന്നിട്ട് നമ്മൾ ബാക്കി പരിപാടികളൊക്കെ നോക്കുന്നുള്ളൂ. അപ്പം അതവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഓട്ടട ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം പച്ചരി വെള്ളത്തിൽ കുതിർത്ത് വെച്ച് നന്നായിട്ട് കഴുകി എടുത്തിട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് നമുക്ക് ബ്ലെൻഡറിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് ഇത് അരക്കേണ്ടത്. കാരണം അരി നമ്മൾ അരച്ചെടുക്കുമ്പോൾ അത്യാവശ്യം വെള്ളം വേണമല്ലോ. അപ്പോൾ ഒരുപാട് വെള്ളമാവാൻ പാടില്ല, എന്നാൽ കുറഞ്ഞ വെള്ളവും പാടില്ല. ഇനി ഈ 2 കപ്പ് പച്ചരിയിലോട്ട് നമ്മൾ 1 കപ്പ് നിറയെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പലരും ചോദിക്കാറുണ്ട് ഏത് അരിപ്പൊടിയാണ് ഞാൻ എടുക്കാറ്. നമ്മളിവിടെ വാങ്ങിക്കാറ് പൊങ്കാസ് ബ്രാൻഡാട്ടോ. പൊങ്കാസ് ബ്രാൻഡ് എന്താ പറയുക, പത്തിരിപ്പൊടിയാണ് എടുക്കാറ് കേട്ടോ. ഇങ്ങനത്തെ ആവശ്യത്തിനൊക്കെ ദോശ പത്തിരിക്കൊക്കെ നല്ല പൊടിയാണ്. അപ്പോൾ 2 കപ്പ് പച്ചരിയിലോട്ട് 1 കപ്പ് നിറയെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഞാൻ ഒരു 3/4 കപ്പ് വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഒരുപാട് വെള്ളം ഒഴിക്കുന്നില്ല, കാരണം നമ്മുടെ അരി നന്നായിട്ട് ബ്ലെൻഡായി കിട്ടണം. അപ്പോൾ അതാ ഒന്നങ്ങോട്ട് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളത്തിൽ അരി അരക്കുവാണെങ്കിൽ നന്നായിട്ട് ബ്ലെൻഡായി കിട്ടില്ല. അപ്പോൾ അതാ നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുക്കണം, എന്നാലും നമ്മുടെ ഓട്ടട നന്നായിട്ട് പെർഫെക്റ്റായിട്ട് വരുള്ളൂ. നല്ലോണം അരഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അരവ് ശരിയായിട്ടില്ലെങ്കിൽ നമ്മുടെ ഓട്ടട നന്നാവില്ല, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഓട്ടടയുടെ മാവുണ്ടല്ലോ, അത് ഭയങ്കര ലൂസാവാനും പാടില്ല, എന്നാൽ ഭയങ്കര കട്ടിയാവാനും പാടില്ല. ഞാൻ കാണിച്ചു തരാം. അത് നമുക്ക് കറക്റ്റായിട്ട് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ മുമ്പ് ഓട്ടടയുടെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വെന്ത ചോറ് ചേർത്തിട്ടുണ്ടായിരുന്നു. നമ്മളിതിങ്ങനെ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ചേർക്കുന്നില്ല, എന്നിട്ട് പോലും നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇനി നമുക്ക് 1 കപ്പ് നിറയെ തേങ്ങ ചെരുവിയതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ഇപ്പം സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ചോറോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ മുട്ടയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. നല്ല നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ എല്ലാം
നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ 1 ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടി ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓട്ടട കാണാൻ നല്ലൊരു മൊഞ്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ചേർക്കുന്നത്. 1 ടീസ്പൂൺ മാത്രം മതി കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ബാറ്റർ കുറച്ച് വെള്ളം കുറവുണ്ട് ഇതിൽ. അത്യാവശ്യം കട്ടിയിലാണ് വന്നിട്ടുള്ളത്. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാനുണ്ട്. എന്നാൽ നമ്മൾ ഓട്ടട ചട്ടിയിലൊന്ന് ഒരു ഓട്ടട ചുട്ട ശേഷം നമുക്ക് ബാക്കി എത്ര വെള്ളം ഒഴിക്കണമെന്ന് നോക്കാം. കാരണം നമ്മൾ കുറേ വെള്ളം ഒഴിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പം ലൂസായി പോകും. അപ്പോൾ അതുകൊണ്ട് ഒരെണ്ണം ചുട്ട് നോക്കാം കേട്ടോ. പിന്നെ ഓട്ടട ഉണ്ടാക്കാനായിട്ടൊരു ചട്ടിയുണ്ട്. ഇതാണ് ചട്ടി. ഓട്ടട ചട്ടിയെന്നോ അല്ലെങ്കിൽ പത്തിരി ചട്ടി എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ ഓട്ടട ഉണ്ടാക്കുക. അതുപോലെ അടുപ്പത്ത് വെച്ചുണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അടുപ്പത്താണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുപോലെ ഇതിൽ എണ്ണ തടവൊന്നും ആവശ്യമില്ല. പിന്നെ നല്ല ചൂടുണ്ടായിരിക്കണം. നമ്മുടെ ചട്ടി നല്ല ചൂടുണ്ടായിരിക്കണം. അതുപോലെ താഴ്ത്തി വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് ഒഴിച്ചു കൊടുത്ത പാട് ഇതുപോലെ അടച്ചു വെക്കും വേണം. അപ്പോൾ അതാ ഈ ഒരു ഓട്ടട ശരിയായിട്ടില്ല. കാരണം നമ്മുടെ മാവ് അത്യാവശ്യം കട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ കാണുവാണെങ്കിൽ മാവ് കട്ടിയുണ്ട്, കുറച്ചുകൂടെ ലൂസാക്കണം എന്നാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പിലും കുറച്ചുകൂടെ കൂടുതൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം. കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റത്തെ ഒരു ഓട്ടട എന്തായാലും ശരിയായി കിട്ടില്ല. പിന്നെ നമുക്ക് കറക്റ്റ് റെഡിയായി കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ കാണിക്കാൻ കാരണം ഇങ്ങനെ വന്നാൽ അത് കറക്റ്റ് ആയിട്ടില്ല. അതിൽ മാവിൽ വെള്ളം കുറച്ചുകൂടെ ചേർക്കാനുണ്ടെന്ന് കേട്ടോ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതാ രണ്ടാമത്തെ ഒന്നുകൂടെ കത്തിച്ചിട്ടുണ്ട്. വിറക് ഒന്നുകൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ ചൂടാക്കിയിട്ടുണ്ട്. ഇതുപോലെ ഒരു തവി ഒഴിച്ചു കൊടുത്തു. പിന്നെ ഒരു 1/2 തവിയും കൂടി അങ്ങനെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പോൾ അത് ഒഴിക്കുന്ന സമയത്ത് തന്നെ ചെറിയ ഹോൾസൊക്കെ വന്നിട്ടുണ്ട്, ഓട്ടകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചുട്ട ഓട്ടട ഉണ്ടല്ലോ, അതൊക്കെ കണ്ടോ, ഹോൾസൊന്നും അധികം ഇല്ല. അതുപോലെ ഒറ്റപ്പൊള്ളനായിട്ട് പൊങ്ങി വരണം. അതാണ് അതിൻ്റെ പെർഫെക്റ്റ്നെസ് കേട്ടോ. അപ്പോൾ അത് എന്താ പറയുക, മാവ് കട്ടിയുള്ളതുകൊണ്ടാണ് ഈ ഒരു പരുവം കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഒറ്റപ്പൊള്ളനായിട്ട് നടുവിലിങ്ങനെ അങ്ങനെ പൊങ്ങി വരും വേണം. എന്നാൽ സൈഡിലൊക്കെ ഹോൾസായി വരും വേണം. ഇതാണ് നമ്മുടെ പെർഫെക്റ്റ് ഓട്ടട, നമ്മുടെ മലപ്പുറം സ്റ്റൈലിലെ ഓട്ടട കേട്ടോ. അപ്പോൾ ഇതിൽ എണ്ണ ഒന്നും നമ്മൾ തടവിയിട്ടില്ല. എടുക്കുന്ന സമയത്ത് ഇങ്ങനെ അടി പിടിച്ച പോലെയൊക്കെ ഉണ്ടാവും. പക്ഷെ അത് പെട്ടെന്ന് കിട്ടും കേട്ടോ, അതൊന്നും പേടിക്കേണ്ട. അപ്പോൾ ഇതാ നമ്മുടെ മലപ്പുറം സ്റ്റൈലുള്ള ഓട്ടട. പല റെസിപ്പീസും ഇന്നിപ്പോൾ അവൈലബിൾ ആണ്, മുട്ട ചേർത്തിട്ടുള്ളതും ബേക്കിംഗ് സോഡ ചേർത്തിട്ടുള്ളതൊക്കെ. അപ്പോൾ നമ്മുടെ മലപ്പുറം ഭാഗത്ത് അതൊന്നും ചേർക്കില്ല, ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല താഴ്ത്തി വേണം ഒഴിച്ചു കൊടുക്കാൻ. അതുപോലെ നമ്മുടെ പാത്രം നല്ലോണം ചൂടുണ്ടായിരിക്കണം കേട്ടോ ഒഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഇതുപോലെ അടച്ചു വെക്കാനും മറന്നു പോകരുത്. അപ്പോൾ ഇതുവരെ നമ്മുടെ ഓട്ടട കഴിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അകത്തിങ്ങനെ ആരൊക്കെ വരുന്ന പോലെ ഉണ്ടാവും. അത് ഞാൻ കഴിക്കുന്ന സമയത്ത് കാണിച്ചു തരാം. പുറമേ ഇങ്ങനെ കുറച്ചൊരു ക്രിസ്പിനെസ്സോട് കൂടിയിട്ട് അകത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അകത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അതാ വീണ്ടും ചുട്ടെടുത്തിട്ടുണ്ട്. ഒറ്റപ്പൊള്ളനായിട്ട് നടുവിൽ വരണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റ്നെസ് വരുന്നത് ഓട്ടടയുടെ. കുറേ ഹോൾസ് വന്നിട്ട് കാര്യമില്ല. നടുവിൽ ഇങ്ങനെ ഒരു പൊള്ളം പോലെ വരണം. പിന്നെ സൈഡിൽ കുറേ ഹോൾസും വരണം. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നെയ്യും പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കും. മുകളിൽ ഇങ്ങനെ നെയ്യും പഞ്ചസാരയും ചൂടോട് കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കും. അല്ലെങ്കിൽ തേങ്ങാപ്പാൽ പഞ്ചസാര ചേർത്തിട്ട് അങ്ങനെ കൊടുക്കും. നല്ല ടേസ്റ്റാണ്, നല്ല കോമ്പിനേഷനാണ്. പിന്നെ ഞാനിപ്പോൾ ഇന്നിപ്പം ഓട്ടടയുടെ കൂടെ ഇവിടെ സെർവ് ചെയ്യാൻ പോകുന്നത് കടലക്കറിയാണ്. അപ്പോൾ നമ്മുടെ കടലക്കറി ഇവിടെ പ്രഷർ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3-4 വിസിൽ വന്ന ശേഷം ഓഫ് ചെയ്തിട്ട് പ്രഷറൊക്കെ പോയ ശേഷം തുറന്നു നോക്കി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലോണം മിക്സ് ചെയ്യണം. ആ ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് ഉടഞ്ഞ് ചേരണം. എന്നിട്ട് വേറൊരു പാന് ചൂടാക്കിയിട്ട് കടുക് പൊട്ടിക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക. അതുപോലെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എന്നിട്ടാണ് നമ്മൾ പ്രഷർ കുക്ക് ചെയ്തിട്ടുള്ളത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അല്ലാണ്ട് നമ്മൾ പ്രഷർ കുക്കറിലോട്ട് തന്നെ നമ്മൾ കടുക് പൊട്ടിച്ച് ഒഴിക്കുകയാണെങ്കിൽ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നമ്മൾ പ്രഷർ കുക്കറിന് കടല വേവിച്ചത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ പണ്ടൊക്കെ ഉണ്ടാക്കിയിരുന്നത് കടല നമ്മൾ വേവിച്ചിട്ട് അതിലോട്ട് കടുക് പൊട്ടിച്ചൊഴിക്കുക, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം കടുക് പൊട്ടിച്ചൊഴിക്കലായിരുന്നു. പക്ഷേ ഇതാണ് പെർഫെക്റ്റ് ടേസ്റ്റ്. നമ്മൾ വേറൊരു പാനിൽ കടുക് പൊട്ടിച്ചിട്ട് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഇതുപോലെ കടല വേവിച്ചത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് തേങ്ങാപ്പാലിൻ്റെ ഫസ്റ്റത്തെ പാലെടുത്ത ശേഷം രണ്ടാം പാലുണ്ടാവുമല്ലോ, അതൊരു 1/2 കപ്പ് ചേർത്തിട്ട് ഒന്നങ്ങോട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. ഈ കടലയും അതുപോലെ ഉരുളക്കിഴങ്ങും നമ്മൾ സവോള തക്കാളി ഇതൊക്കെ ചേർത്തല്ലോ, അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് നല്ലോണം തിളച്ചോട്ടെ. തിളച്ച ശേഷം നമ്മൾ ലാസ്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു 1/4 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പ് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഉപ്പ് കുറവായിരുന്നു. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇത് നല്ലോണം തിളയ്ക്കണം. അതിനുശേഷം നമുക്ക് കട്ടിയുള്ള തേങ്ങാപ്പാൽ കുറച്ച് ചേർത്ത് കൊടുക്കുക. നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ കട്ടിയുള്ള തേങ്ങാപ്പാൽ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. കുറേ ആയിട്ടുണ്ടെങ്കിൽ വെള്ളം പോലാവും. അപ്പോൾ നമ്മുടെ കറി ഭയങ്കര തിക്കാവാനും പാടില്ല, എന്നാൽ ഭയങ്കര ലൂസാവാനും പാടില്ല, പിന്നെ ഭയങ്കര മസാലക്കുത്ത് പാടില്ല. അപ്പോൾ അത് ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നല്ലൊരു കോമ്പിനേഷൻ കറിയായിട്ട്, ദോശയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷൻ വരുന്നൊരു കറിയാണ്. പിന്നെ ഫസ്റ്റത്തെ തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം പിന്നെ കറി ഒരുപാട് തിളപ്പിക്കരുത്. 1-2 തിള വന്ന ശേഷം ഓഫ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കടലക്കറി കഴിക്കാത്തവർ വരെ കഴിച്ചു പോകുന്ന ഒരു കറിയായിട്ടത് എന്തായാലും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. സാധാരണ നമ്മൾ കടലക്കറിയിൽ ഒരുപാട് മസാല ഒക്കെ ചേർക്കൂലേ, അപ്പോൾ അതിനേക്കാളും ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ കേട്ടോ. നല്ല ടേസ്റ്റാണ്. തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ഇതാ നമ്മുടെ കറി. അപ്പോൾ എല്ലാവരും കറിയും ട്രൈ ചെയ്ത് നോക്കുക, അതുപോലെ നമ്മുടെ ഓട്ടടയും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് എന്തായാലും ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാൻ മറക്കരുത്. പിന്നെ നമ്മുടെ മലപ്പുറം ഭാഗത്ത് ചോറ് ചേർത്തിട്ട് അരിപ്പൊടി കുറച്ച് ചേർത്തിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് ഉണ്ടാക്കാം. അതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പം ചോറ് എപ്പോഴും നമുക്ക് സ്റ്റോക്ക് ഉണ്ടാവണമെന്നില്ലല്ലോ ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമില്ല, അരിപ്പൊടി മാത്രം ചേർത്താലും നമുക്ക് ഈ ഓട്ടട ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് ആണ് ഇപ്പം ഈ ഒരു റെസിപ്പി കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു കോംബോ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓട്ടടയും പിന്നെ നമ്മുടെ കടലക്കറിയും കിടിലൻ കോമ്പിനേഷനാണ്. എനിക്ക് സാധാരണ ഈ ഓട്ടട അത്ര ഇഷ്ടമല്ല, അതുപോലെ കടലക്കറിയും അത്ര ബ്രേക്ക്ഫാസ്റ്റിന് ഇഷ്ടമല്ല. പക്ഷേ ഇത് രണ്ടും കൂടി ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ. ഓട്ടട അറിയാണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ടു പോവും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നല്ല നാര് വരുന്ന പോലെ ഉണ്ടായിരിക്കണം അകത്ത്. ഞാൻ കാണിച്ചു തരാം. ഞാനത് എന്താ പറയുക, കറി ഒഴിച്ചത് കൊണ്ട് നിങ്ങൾക്കത്ര മനസ്സിലാവുമെന്ന് അറിയില്ല. എന്തായാലും നല്ല സോഫ്റ്റാണ് അകത്ത്. ഇതുപോലെ ഇങ്ങനെ നാര് വരണം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടും റിലേറ്റീവ്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.